ഹായ്, വെൽക്കം ടു ലേണിനോ. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ മോഡ്യൂൾ 3യിൽ വരുന്ന കപ്പാസിറ്റേഴ്സ് ആൻഡ് മാഗ്നറ്റിസം പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ മോ, ഓപ്ഷൻ ബി ഹെൻറി, ഓപ്ഷൻ സി ഫാരഡ് ആൻഡ് ഓപ്ഷൻ ഡി കോളൂംബ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഫാരഡ്. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ മോ എന്ന് പറയുന്നത് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് ആണ്. മോ ഓർ സീമെൻസ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഹെൻറി ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ്. ആൻഡ് ഫൈനൽ ഓപ്ഷൻ തന്നിരിക്കുന്ന കോളൂംബ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് അവർ ആൻസർ ഈസ് ഫാരഡ്, ഓപ്ഷൻ സി. Question number 2. What is the capacitance value of a capacitor that requires 0.5 coulomb to charge to 35 volt? Options are option A 0.014 farad, option B 0.025 farad, option C 0.14 farad and option D 0.25 farad. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ ചാർജ് ക്യൂ ആണ് തന്നിരിക്കുന്നത് 0.5 കോളൂം. അതുപോലെ തന്നെ വോൾട്ടേജ് വിയും പറഞ്ഞിട്ടുണ്ട് 35 വോൾട്ട്. ഇപ്പം ചാർജും വോൾട്ടേജും അറിയാമെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് വി. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് ഇക്വേഷൻ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.014 ഫാരഡ്. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതിൽ ക്യൂവിൻ്റെ വാല്യൂ 0.5ഉം വോൾട്ടേജ് വിയുടെ വാല്യൂ 35ഉം കൊടുത്തു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ 0.014 ഫാരഡ്. Question number 3. How the value of capacitance can be decreased? Options are option A increasing the plate area, option B increasing the resistance of the plate, option C increasing the distance between the plates and option D using high dielectric constant material. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റ് ഏരിയ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അങ്ങനെയുള്ള ടേംസ് കാണാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ ഏതായിരിക്കും? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇസ് ഗിവൺ ബൈ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. എപ്സിലോൺ ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, A is the plate area and D is the distance between the plates. ഇനി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് ദ പ്ലേറ്റ് ഏരിയ. പ്ലേറ്റ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയാണോ ചെയ്യുന്നത്? അല്ല, കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലേറ്റ് ഏരിയ. സോ പ്ലേറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്ന റോങ് ആണ്. അടുത്ത ഓപ്ഷൻ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ പ്ലേറ്റ്. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. ഇനി ഓപ്ഷൻ സി, ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്താ സംഭവിക്കുക? കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഇപ്പോൾ ഡിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഇനി ഓപ്ഷൻ ഡി എന്താണ്? യൂസിങ് ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് മെറ്റീരിയൽ. വാട്ട് ഈസ് മെൻ ബൈ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, എപ്സിലോൺ ആർ, അതാണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഇതിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ, അതിൻ്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ നോട്ട്. ഇപ്പോൾ എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഹൈ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൈ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എപ്സിലോൺ ഹൈ ആണെന്നാണ്. ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡയലക്ട്രിക് മീഡിയം ഈസ് ഹൈ. സോ എപ്സിലോൺ ഹൈ ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഓപ്ഷൻ ഡിയും
റോങ് ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ നോട്ട്. ഇതിൽ പെർമിറ്റിവിറ്റി ഓഫ് എയർ അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. Question number 4. Calculate the total capacitance value in the circuit. Options are option A 0.16 microfarad, option B 6 microfarad, option C 30 microfarad, option D 70 microfarad. 3 കപ്പാസിറ്റേഴ്സ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് സീരീസിൽ വരുമ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? 1/CT. CT is the total capacitance is equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ് സീരീസ് കണക്ഷനിലെ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 മൈക്രോഫാരഡ്. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മുടെ ഇക്വേഷൻ 1/CT is equal to 1/C1 plus 1/C2 plus 1/C3. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് C1 30 മൈക്രോഫാരഡ്, C2 10 മൈക്രോഫാരഡ് ആൻഡ് C3 ഈസ് 30 മൈക്രോഫാരഡ്. ഇത് മൂന്നൂടെ ആഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1/30 പ്ലസ് 1/10 പ്ലസ് 1/30 ഈസ് ഈക്വൽ ടു, ഇങ്ങനെ LCM വരുന്നത് 30 ആണ്. സോ 1 പ്ലസ് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 5/30 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് equivalent capacitance CT is equal to 30/5 is equal to 6 microfarad. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്, കപ്പാസിറ്റൻസിൻ്റെ കേസിൽ ചെയ്യുന്നത്. ഇനി കപ്പാസിറ്റൻസ് നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? പാരലൽ കണക്ഷനിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 3 capacitances C1, C2, C3 are in parallel connection. Then the total capacitance CT is equal to C1 plus C2 plus C3. സീരീസ് ആവുമ്പോൾ 1/CT is equal to 1/C1 plus 1/C2 plus 1/C3 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. Question number 5. What is the effect of the electrolytic capacitor if open circuit fault occurs? Options are option A, it will not function, option B, it will burst at once, option C, it will become leaky, and option D, it will function normally. ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടായാൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് സംഭവിക്കുന്ന എഫക്റ്റ് എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ. എക്സസീവ് മെക്കാനിക്കൽ സ്ട്രെസ് ഓർ എക്സസീവ് വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് ഒക്കെ വരുന്ന ഒരു ടൈമിലാണ് ഈ ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടാകുന്നത്. ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ. Question number 6. In which device air capacitors are used? Options are option A, TV tuner, option B, oscillator, option C, loudspeaker, and option D, radio receiver. എയർ കപ്പാസിറ്റേഴ്സിൻ്റെ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റേഡിയോ റിസീവർ. വേരിയബിൾ എയർ കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ റേഡിയോ ട്യൂണിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വേരിയബിൾ എയർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എയർ കപ്പാസിറ്റേഴ്സിൻ്റെ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. ജസ്റ്റ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. Question number 7. Which type of capacitor is used for space electronics? Options are option A, plastic film type, option B, ceramic disc type, option C, electrolytic aluminum type, and option D, electrolytic tantalum type. സ്പേസ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോലൈറ്റിക് ടാൻറ്റാലം ടൈപ്പ്.
സ്പേസ് ആപ്ലിക്കേഷൻസിൽ റേഡിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റേഡിയേഷൻസിന് എക്സ്പോസ് ആയി കഴിയുമ്പോൾ ടെമ്പറേച്ചർ വളരെ ഹൈ ആവുകയും അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പേസ് ഇലക്ട്രോണിക്സിൽ വെറ്റ് ടാൻറ്റാലം കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഇലക്ട്രോലൈറ്റിക് ടാൻറ്റാലം ടൈപ്പ്. Question number 8. What is the function of dielectric insulator in capacitor? Options are: option A, increases the strength of capacitance. Option B, prevents any current flow between plates. Option C, protects from short circuit between the plates. Option D, helps to hold the charge in capacitor for long period. Dielectric insulator function. ഏതാണ് ആൻസർ വരുന്നത്? സോ ഡൈഇലക്ട്രിക് ഇൻസുലേറ്റർ, ഇപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ എന്താണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, പ്രിവെൻറ്റ്സ് എനി കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ പ്ലേറ്റ്സ്. അപ്പോൾ ഡൈഇലക്ട്രിക് ഇൻസുലേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രിവെൻറ്റ്സ് എനി കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 9. Which factor is determining the value of capacitance in capacitor? Options are: option A, area of the plates. Option B, shape of the plates. Option C, material of the plates. And option D, thickness of the plates. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C is equal to എപ്സിലോൺ A by D. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ dielectric medium, and A is the area of the plates and D is the distance between the plates. അപ്പോൾ ഇത് മൂന്നിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ എ, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്. ബാക്കി ഓപ്ഷൻസ് ഷേപ്പ് ഓഫ് ദ പ്ലേറ്റ്സ്, മെറ്റീരിയൽ ഓഫ് ദ പ്ലേറ്റ്സ്, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്സ്, ഇതൊന്നും കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 10. Which type of capacitors are used in RF coupling circuits? Options are: option A, tantalum, option B, monolithic, option C, electrolytic, and option D, metallized polypropylene. RF coupling circuits use ചെയ്യുന്നത് capacitor. Answer is option B, monolithic capacitors. It is also known as monolithic ceramic capacitors or multi-layer ceramic capacitors or MLCC. It is used in RF coupling circuits. Option B. Question number 11. Which is the diamagnetic substance? Options are: option A, air, option B, steel, option C, water, and option D, platinum. Diamagnetic substance. What is meant by diamagnetic substance? അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ റിപ്പൾഷൻ ഉണ്ടാകുന്ന മെറ്റീരിയൽസ്, അതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ വരുന്നത് വാട്ടർ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, വാട്ടർ. മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരു റിപ്പൾഷൻ കാണിക്കുന്നു, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും അകന്നു പോകുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സിൽവർ, ഗോൾഡ്, കോപ്പർ, വാട്ടർ, കാർബൺ, ഇതൊക്കെ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് അലൂമിനിയം, ടൈറ്റാനിയം, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ഓക്സിജൻ, ഇതൊക്കെ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they show strong attraction when exposed to magnetic field. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കഴിഞ്ഞാലും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഇല്ല, അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മാത്രമേ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഷോ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊബാൾട്ട്, അയൺ, നിക്കൽ, ഇതൊക്കെ. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്
കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. പിന്നെ വരുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. Question number 12. Which factor affects the polarity of the electromagnet? Options are option A length of the coil, option B direction of current, option C strength of current, and option D strength of the magnetic field. Factor which affects the polarity of electromagnet. Electromagnet എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് മാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിൽ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ്. സോ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു കോയിലിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കോയിലിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റി, അതായത് അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ഒരെൻഡിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആ എൻഡ് സൗത്ത് പോളായിരിക്കും. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡിന് നമ്മൾ നോർത്ത് പോളെന്നാണ് എടുക്കുക. അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റിയും ചേഞ്ച് ആവും. Question number 13. What is the unit of magnetomotive force, MMF? Options are option A ampere per meter square, option B ampere meter, option C ampere turns, and option D ampere per turns. MMFൻ്റെ യൂണിറ്റ്. വാട്ട് ഈസ് മെൻ ബൈ MMF? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് പ്രഷർ, അതാണ് MMF. MMF ഈസ് അനലോഗസ് ടു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇപ്പോൾ MMFൻ്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. MMFൻ്റെ ഇക്വേഷൻ എന്താണ്? N into I. That is, N is the number of turns and I is the current. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആൻഡ് ദിസ് ഇസ് ദ ടേൺസ്. സോ MMFൻ്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി ആംപിയർ ടേൺസ്. MMF is equal to N into I. അതുപോലെ തന്നെ MMFൻ്റെ SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ആംപിയർ ആണ്. അതിൽ ടേൺസ് വരുന്നില്ല, ആംപിയർ എന്ന് മാത്രമേ ഉള്ളൂ. SI യൂണിറ്റ് ഓഫ് MMF ഈസ് ആംപിയർ. ജസ്റ്റ് യൂണിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ you can write ampere turns. Question number 14. What is the total inductance if three inductors L1, L2 and L3 are connected in series? Options are option A LT is equal to L1 into L2 into L3. Option B LT is equal to L1 plus L2 plus L3. Option C LT is equal to 1 by L1 plus 1 by L2 plus 1 by L3. And option D LT is equal to 1 by L1 plus L2 plus L3. Equivalent inductance in series connection. Answer is option B LT is equal to L1 plus L2 plus L3. ഇനി ഇതുപോലെ തന്നെ മൂന്ന് ഇൻഡക്ടേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഇക്വലൻറ്റ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 by LT is equal to 1 by L1 plus 1 by L2 plus 1 by L3. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിൽ വരുന്ന ഈക്വലൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. Question number 15. What is the unit of permeance? Options are option A ampere turns, option B Weber per ampere turns, option C ampere turns per Weber, and option D Weber per square meter. Permeance. What is meant by permeance? ഒരു മെറ്റീരിയലിന് എത്രത്തോളം ഈസി ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സിനെ പാസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് പെർമിയൻസ്. പെർമിയൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. അപ്പോൾ പെർമിയൻസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പെർമിയൻസ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഫൈ ഡിവൈഡഡ് ബൈ MMF. ഇറ്റ് ഈസ് NI, ആംപിയർ ടേൺസ്. അപ്പോൾ പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ ആൻഡ് MMFൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺസ്.
ഇതാണ് പെർമിയൻസിൻ്റെ യൂണിറ്റ് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെബർ പെർ ആംബിയർ ടേൺസ്. സോ പെർമിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ കൂടി എത്രത്തോളം ഈസി ആയിട്ട് ഫ്ലക്സിനെ പാസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു മെഷറാണ്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ കൂടി എത്ര ഈസി ആയിട്ട് കറൻറ്റിനെ പാസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് കണ്ടക്റ്റൻസ്. സോ പെർമിയൻസ് ഈസ് അനലോഗസ് ടു കണ്ടക്റ്റൻസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ആൻഡ് ഓൾസോ നോട്ട് ദാറ്റ് പെർമിയൻസിൻ്റെ യൂണിറ്റ് വെബർ പെർ ആംബിയർ ടേൺസ്. അതുപോലെ തന്നെ ഹെൻറി എന്ന് പറയുന്നത് പെർമിയൻസിൻ്റെ ഒരു യൂണിറ്റാണ്. ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.